തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ സൂരജ് സജ്ജിയുണ്ട്. സൂരജ്, അല്പസമയം മുൻപാണ് നമ്മൾ അവിടെ BJP നേതാവിന്റെ പ്രതികരണം കേട്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, BJP ആയിട്ട് അത്തരം പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ, അല്ലെങ്കിൽ ആ നേതൃത്വം തന്നെ ഇപ്പോൾ പറയുന്നു ഇവിടെ കോർപ്പറേഷനിൽ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. എന്താണ് അതിലെ വസ്തുത? പ്രജിൻ 400 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന ആരോപണമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. കോർപ്പറേഷന്റെ കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിലാണ് ഈ സംഭവം നടന്നതെന്ന് BJP പറയുന്നു. അതിന്റെ കൃത്യമായ കണക്കുകളും വോട്ടർ പട്ടികയും BJP ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ മാത്രം ഈ പുറത്തു വന്ന പുതിയ വോട്ടർ പട്ടികയിൽ 108 വോട്ടുകൾ ഒരു വീട്ടു നമ്പറിൽ മാത്രം ചേർത്തിട്ടുണ്ട്. അതിൽ 27/1165 എന്ന വീട്ടു നമ്പറിൽ 39 വോട്ടർമാരെ ചേർത്തു. 27/880 അവിടെ 108 വോട്ടർമാർ. 27/1013 അവിടെ 36 വോട്ടർമാർ. 1021 വീട്ടിൽ 30 വോട്ടുകൾ. 1106 വീട്ടിൽ 5 വോട്ടുകൾ. അങ്ങനെ തുടങ്ങി 400-ലധികം വോട്ടുകളാണ് ഇത്തരത്തിൽ വിവിധ വീടുകളിൽ ചേർത്തിരിക്കുന്നത്. അതിൽ ഒരു വീട്ടു നമ്പറിൽ മാത്രം 108 വോട്ടുകൾ വന്നു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. ഇതെങ്ങനെ വന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് കള്ളവോട്ടാണെന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ 27ാം ഡിവിഷനിലും അതോടൊപ്പം തന്നെ 17ാം ഡിവിഷനിലും നിലവിലെ CPM-ന്റെ കൗൺസിലറായിട്ടുള്ള ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ടുമുണ്ട്. ഇതും BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർക്കടക്കം ഔദ്യോഗികമായി തന്നെ BJP പരാതി നൽകിയിരിക്കുന്നു. കള്ളവോട്ടിനുള്ള ശ്രമമാണ് കുട്ടനെല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിയത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷന്റെ വിവിധ ഇടങ്ങളിൽ കള്ളവോട്ട് ചേർക്കുന്നതിനുള്ള ശ്രമം CPIM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നും BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രജിൻ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി തൃശ്ശൂരിൽ നിന്ന്.